നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരാഴ്ചയോളമായി പാകിസ്ഥാനിൽ പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 657 സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 929 പേർക്ക് പരിക്കേറ്റതായി പാകിസ്ഥാന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 171 കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ദുഃഖകരം. 94 സ്ത്രീകളും അതുപോലെ തന്നെ 437 പുരുഷന്മാരും അടങ്ങിയിട്ടുണ്ട്. പല മേഖലകളിലായിട്ടാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. കനത്ത മഴയാണ് ഇപ്പോഴും അവിടെ പാകിസ്ഥാന്റെ പല മേഖലകളിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൊക്ക അനുബന്ധ അപകടങ്ങൾ എന്നിവ മൂലമാണ് കൂടുതൽ മരണങ്ങളും പരിക്കുകളും ഉണ്ടായതെന്നും അറിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെ പ്രവിശ്യ അധികാരികളുമായി ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 288 പുരുഷന്മാരും 59 കുട്ടികളും 43 സ്ത്രീകളും ഉൾപ്പെടെ 390 പേരാണ് അവിടെ മരിച്ചിരിക്കുന്നത്. പാക് അധിനിവേശ കശ്മീരിലും മഴയിൽ വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പാക് അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ 18 പുരുഷന്മാരും 6 സ്ത്രീകളും 8 കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് 32 പേർ കൊല്ലപ്പെട്ടു. 31 പേർക്ക് പരിക്കേറ്റു. സിന്ധിൽ 14 കുട്ടികളും 10 പുരുഷന്മാരും 4 സ്ത്രീകളും ഉൾപ്പെടെ 28 പേർ മരിച്ചു. 27 കുട്ടികളും 7 പുരുഷന്മാരും 6 സ്ത്രീകളും ഉൾപ്പെടെ 40 പേർക്ക് പരിക്കേറ്റു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും ഏകദേശം 20 മരണങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീർ മേഖലയിലും 15 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 5 പുരുഷന്മാരും 5 സ്ത്രീകളും 5 കുട്ടികളും മരിച്ചു. ബൂണറിലെ ബോഷേണെ കലൈ ഗ്രാമത്തിലെ മറ്റു താമസക്കാരും കരകവിഞ്ഞൊഴുകി വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു നീർച്ചാൽ അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും മഴ പെയ്തതോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം ഒലിച്ചു കയറുകയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന സ്ഥലത്തേക്ക് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഓടിപ്പോയെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഗ്രാമവാസികളിൽ ഭൂരിഭാഗവും ബന്ധുക്കളോടൊപ്പമോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിൽ പ്രാദേശിക അധികാരികൾ സ്ഥാപിച്ച താൽക്കാലിക ക്യാമ്പുകളിലോ താമസമാക്കുന്നുണ്ടെന്നും മറ്റു നിരവധി താമസക്കാരും പറഞ്ഞു. ഇടുങ്ങിയ തെരുവുകളിലേക്ക് ഭാരമേറിയ യന്ത്രങ്ങൾ എത്തിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബൂണറിലെ പ്രധാന മാർക്കറ്റുകളിലും തെരുവുകളിലും കടകളും വീടുകളും 5 അടി വരെ ചെളിയിൽ മുങ്ങി. നാട്ടുകാർ കോരികൾ ഉപയോഗിച്ച് അത് വൃത്തിയാക്കുകയായിരുന്നു. മറ്റിടങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കാറുകളും മറ്റു വസ്തുക്കളും ചിതറിക്കിടക്കുകയായിരുന്നു. തിങ്കളാഴ്ച പെയ്ത കനത്ത മഴയിലും രക്ഷാപ്രവർത്തകർ പ്രവർത്തനം നിർത്തിവെച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനരാരംഭിച്ചുവെന്നും പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥനായ ആബിദ് വസീദ് പറഞ്ഞു. അവിടെ റോഡുകൾ വൃത്തിയാക്കുക, പാലങ്ങൾ സ്ഥാപിക്കുക, ദുരിതബാധിതർക്ക് ആശ്വാസം നൽകുക എന്നിവയാണ് ഇപ്പോൾ തങ്ങളുടെ മുൻഗണനയെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വാബി ജില്ല ഉൾപ്പെടെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ കൂടുതൽ പ്രദേശങ്ങളിലും തിങ്കളാഴ്ച കനത്ത മഴയും വെള്ളപ്പൊക്കവും നാശം വിതച്ചു. പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ചിട്ട് 11 പേരാണ് ആ മേഖലയിൽ മരിച്ചിരിക്കുന്നത്. ദാരൂലി ഭായിലെ ഒരു വിദൂര പർവ്വത പ്രദേശത്തും വെള്ളപ്പൊക്കമുണ്ടായതായി പ്രാദേശിക ജില്ലാ കമ്മീഷണർ നിസാർ ഖാൻ അറിയിച്ചു. ഇത് വീടുകൾ തകർന്നു. രക്ഷാപ്രവർത്തകർക്ക് വിദൂര പ്രദേശത്തേക്ക് എത്താൻ നിരവധി മണിക്കൂറുകൾ എടുത്തുവെന്നും ബന്ധുക്കളെ കാണാതായതായി താമസക്കാർ റിപ്പോർട്ട് ചെയ്തതും റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെ ആ മേഖലയിൽ മാത്രം 40 പേർ ഒഴുക്കിൽപ്പെട്ടതായിട്ടും ബന്ധുക്കളും കുടുംബാംഗങ്ങളും കരഞ്ഞുകൊണ്ടാണ് ഇവരോട് പ്രതികരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 10-നും ഇടയിൽ 2 തവണ കൂടി മഴ പെയ്യുമെന്നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ഇനാം ഹൈദർ മാലിക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകാം. ആഗോളതാപനം വാർഷിക മൺസൂണിന്റെ രീതി മാറ്റിമറിച്ചുവെന്നും അത് അതിന്റെ സാധാരണ പാതയിൽ നിന്ന് 100 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് തള്ളിയെന്നും അതോറിറ്റിയിലെ അപകട സാധ്യത വിലയിരുത്തൽ നയിക്കുന്ന സയ്യിദ് മുഹമ്മദ് തയ്യബ് ഷാ പറഞ്ഞു. ഭക്ഷണം, മരുന്ന്, പുതപ്പുകൾ, ടെന്റുകൾ, ഒരു ഇലക്ട്രിക് ജനറേറ്റർ, പമ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അതോറിറ്റി പറഞ്ഞു. ബ്യൂണറിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഒരു ചെറിയ പ്രദേശത്ത് 1 മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുന്ന അപൂർവ പ്രതിഭാസമാണിത്. ബ്യൂണറിൽ വെള്ളിയാഴ്ച രാവിലെ 1 മണിക്കൂറിൽ 150 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്തു. നിലവിലെ കാലാവസ്ഥാ പ്രവചനം വളരെ വലിയ ദുരന്തങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ സംഭവിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സംവിധാനം പാകിസ്ഥാൻ മേഖലയിൽ സജീവമാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കനത്തതോ വളരെ കനത്തതോ ആയ മഴയ്ക്ക് കാരണമായേക്കാമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ജൂൺ അവസാനം മുതൽ ഈ മൺസൂൺ സീസണിൽ പേമാരിയും വെള്ളപ്പൊക്കവും മൂലം പാകിസ്ഥാനിൽ 660ഓളം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.